വെൽക്കം സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് ഐൻസ്റ്റീൻ കൊടുത്ത എക്സ്പ്ലനേഷൻ എന്താണെന്ന് കണ്ടു. അതിൽ കൺക്ലൂഷനായിട്ട് പറയുന്നത് എന്താണ്? ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ നേച്ചറാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഒരിക്കലും വേവ് തിയറി വെച്ചിട്ട് നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം വേവ് തിയറി എന്ന് പറയുമ്പോൾ ലൈറ്റിനെ വേവ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടാണ് വരുന്നത്. പക്ഷേ നമ്മൾ ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ ഐൻസ്റ്റീൻ നൽകിയ എക്സ്പ്ലനേഷൻ അനുസരിച്ച് അതിനെ ഒരു ഫോട്ടോൺസ് ആയിട്ട് ഡിസ്ക്രീറ്റ് യൂണിറ്റ് ഓഫ് എനർജി ആയിട്ട് കൺസിഡർ ചെയ്തു. അതാണ് ഇലക്ട്രോണിൽ വന്ന് പതിക്കുന്നത്. ഇലക്ട്രോൺ എന്താണ്, ആ ഒരു ഫുൾ എനർജിയും അബ്സോർബ് ചെയ്ത് അത് മെറ്റലിൽ നിന്ന് റിലീസ് ആവുന്നു. അങ്ങനെയാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെ പാർട്ടിക്കിളിൻ്റെ നേച്ചർ വളരെയധികം, അതായത് അതിനെ കൂടുതലായിട്ട് പറയുന്ന എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന മറ്റൊരു ഫിനോമിനാണ് കോംപ്റ്റൺ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആർതർ കോംപ്റ്റൺ എന്ന് പറയുന്ന അമേരിക്കൻ സയൻറ്റിസ്റ്റാണ് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തത്. അദ്ദേഹം എക്സ്റേ റേഡിയേഷൻ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തത്. അതായത് ഇവിടെ ഒരു പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് ആണ് ഉള്ളത്. ഒരു പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്കറിയാം ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ ഈസ് എ പാർട്ടിക്കിൾ. ദെൻ വാട്ട് ഈസ് ദ നെക്സ്റ്റ് പാർട്ടിക്കിൾ? ഇറ്റ് ഈസ് ഫോട്ടോൺ. അതായത് ഫോട്ടോൺ ലൈറ്റ് ആണ്, റേഡിയേഷനാണ്. അതിനെ നമ്മൾ എന്താണ്, പാർട്ടിക്കിളായിട്ട് കൺസിഡർ ചെയ്തു. സോ ഒരു ഫോട്ടോണിനെ പാർട്ടിക്കിളായിട്ട് കൺസിഡർ ചെയ്തു. അപ്പോൾ ഈ രണ്ട് പാർട്ടിക്കിൾ തമ്മിൽ ഫോട്ടോണും അതുപോലെ തന്നെ ഫോട്ടോൺ വന്ന് ഏതിലാണ് ഹിറ്റ് ചെയ്യുന്നത്? ഇലക്ട്രോണിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇലക്ട്രോണിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പം എന്താ സംഭവിക്കുന്നത്? ഫോട്ടോണിൻ്റെ എനർജി ഉണ്ട്, ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. ആ എനർജിയിലെ ഒരു പാർട്ട് ഇലക്ട്രോണിന് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോണിന് ട്രാൻസ്ഫർ ചെയ്യുമ്പം ഫോട്ടോണിൻ്റെ എനർജിക്ക് എന്ത് സംഭവിച്ചു? ദർ ഇസ് എ റിഡക്ഷൻ ഓഫ് എനർജി, അല്ലേ? റിഡക്ഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോട്ടോണിൻ്റെ എനർജി ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ആണ്. അപ്പോൾ റിഡക്ഷൻ ഓഫ് എനർജി സംഭവിക്കണമെങ്കിൽ എച്ചിന് ചേഞ്ച് വരത്തില്ല. എച്ച് ഇസ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. പിന്നെ എന്തിന് ചേഞ്ച് വരും? ഫ്രീക്വൻസിക്കാണ് ചേഞ്ച് വരുന്നത്. സോ ന്യൂ എന്ന് പറയുന്ന ഫ്രീക്വൻസി എന്താകും? ന്യൂ ഡാഷ് എന്ന് പറയുന്ന ഫ്രീക്വൻസി ആകും. ആൻഡ് ദിസ് ന്യൂ ഡാഷ് ഇസ് ലെസ് ദാൻ ന്യൂ. വരുന്ന റേഡിയേഷന് ഒരു പെർട്ടിക്കുലർ എനർജി ഉണ്ട്. ഹിറ്റിങ്ങിന് ശേഷം, സ്കാറ്ററിങ്ങിന് ശേഷം അത് ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ അത് മൂവ് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ എനർജി കുറയുന്നു. എനർജി കുറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി കുറയുന്നു. ഫ്രീക്വൻസി കുറയുക എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിൽ പറയാം, നമുക്കതിൻ്റെ വേവ് ലെങ്ത്ത് ഇൻക്രീസ് ചെയ്തു എന്ന് പറയാം, അല്ലേ? വേവ് ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ദർ ഈസ് എ ചേഞ്ച് ഇൻ വേവ് ലെങ്ത്ത് ബിറ്റ്വീൻ ദി ഇൻസിഡൻറ്റ് റേഡിയേഷൻ ആൻഡ് ദി സ്കാറ്റേർഡ് radiation, and this change in wavelength is called, or the shift in wavelength is called Compton shift. അപ്പോൾ ആ ഒരു കാര്യമാണ് ഈ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. ദെൻ ഇത് ഒരു കാര്യം കൂടി അസ്യൂം ചെയ്യുക, ഇവിടെ നടക്കുന്നത് ഒരു ഇലാസ്റ്റിക് കൊളീഷനാണ്. ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു കൺസർവേഷൻ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? എനർജിയുടെയും മൊമെൻറ്റത്തിൻ്റെയും കൺസർവേഷൻ വരുന്നുണ്ട്. ദാറ്റ് ഈസ് മൊമെൻറ്റം കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു momentum after the collision. Then energy conservation is energy before collision is equal to energy after the collision. പിന്നെ നമുക്ക് ഡെറിവേഷനിലേക്ക് കടക്കാം.